ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ വൺ ഡേ വൺ സ്റ്റിച്ച് സീരീസിൽ ഇന്നൊരു ഡെക്കറേറ്റീവ് സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഷെവറോൺ സ്റ്റിച്ച്. ഒരു സിഗ്സാഗ് പാറ്റേൺ ആണ് ഈ സ്റ്റിച്ച് വരുന്നത്. രണ്ട് പാരലൽ ലൈനായിട്ട് വരുന്ന പാറ്റേൺസിലൊക്കെ ഈ സ്റ്റിച്ച് ചെയ്താൽ കാണാൻ നല്ല രസമുണ്ടാവും. സിമ്പിൾ ബോർഡേഴ്സൊക്കെ ചെയ്യാൻ പറ്റിയൊരു സ്റ്റിച്ചാണ്. നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ കുറേ വി ഷേപ്സ് ഇങ്ങനെ കണക്റ്റ് ചെയ്ത് വെച്ച പോലെയാണ് കാണാൻ. അപ്പോൾ ആദ്യം നമുക്ക് ഹൂപ്പൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാം. പിന്നെ അതുപോലെ രണ്ട് ലൈൻസിൻ്റെ ഇടയിലാണ് നമ്മൾ ഷെവറോൺ സ്റ്റിച്ച് ചെയ്യുന്നത്. ഞാൻ ആദ്യം ഒരു ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിങ്ങനെ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കാം. ആദ്യം സെക്കൻഡ് ലൈനിൻ്റെ അറ്റത്ത് നിന്ന് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ഫസ്റ്റ് ലൈനിലേക്ക് കുറച്ചൊന്ന് ചരിച്ച് നൂല് വെക്കുക. അതായത് ഡയഗണലി നൂല് ഇങ്ങനെ വെച്ചിട്ട് ചെറിയൊരു ലെങ്ത്തിൽ പിയേഴ്സ് ചെയ്തിട്ട് എടുക്കുക. നമ്മൾ വർക്കിംഗ് ത്രെഡ് എന്നിട്ട് മുകളിലോട്ട് ഫേം ആയി പിടിച്ചു വെച്ചിട്ട് ആദ്യത്തെ പിയേഴ്സിന്റെ തൊട്ടടുത്ത് സെയിം ലെങ്ത്തിൽ അടുത്തത് ചെയ്യുക. അപ്പോൾ നമുക്ക് നൂല് താഴോട്ട് കൊണ്ടുവരാൻ പാകത്തിനായിട്ട് കിട്ടും. എന്നിട്ട് നെക്സ്റ്റ് സെക്കൻഡ് ലൈനിലേക്ക് ഡയഗണൽ ആയിട്ട് നൂല് കൊണ്ടുവന്നിട്ട് മുകളിൽ ചെയ്ത പോലെ തന്നെ സെക്കൻഡ് ലൈനിലും ചെയ്തെടുക്കാം. നമ്മൾ പിയേഴ്സ് ചെയ്ത നൂല് എടുക്കുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കണം. വർക്കിംഗ് ത്രെഡിന്റെ മുകളിലൂടെ വേണം എപ്പോഴും നീഡിൽ കൊണ്ടുവരേണ്ടത്. അപ്പോൾ മാത്രമേ നമുക്ക് ത്രെഡ് നെക്സ്റ്റ് ലൈനിലേക്ക് കൊണ്ടുപോരാൻ പാകത്തിന് കിട്ടുള്ളൂ. അല്ലെങ്കിൽ വർക്കിംഗ് ത്രെഡ് ഷെവറോൺ സ്റ്റിച്ചിന്റെ ഹെഡ്സ് ഉണ്ടല്ലോ, അതിന്റെ ഇടയിൽ കുടുങ്ങി പോകും. അപ്പോൾ നമുക്ക് നൂല് നല്ലപോലെ താഴോട്ടോ മുകളിലോട്ടോ കൊണ്ടുപോകാൻ പറ്റില്ല. പാറ്റേൺ ഫിനിഷ് ആകുമ്പോൾ സ്റ്റിച്ച് നമുക്ക് ഇങ്ങനെ ലാസ്റ്റ് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സജഷൻസ് ഒക്കെ ഒന്ന് പറയൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.